അന്നേരം രാവിലെ എന്നെ സ്വപ്നം കാണാൻ പഠിപ്പിച്ചതാണ് ഈ ചായ എന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ. പക്ഷേ ഇന്ന് എനിക്ക് സ്വപ്നമൊന്നും കാണാൻ പറ്റില്ല കേട്ടോ. ഞാൻ എണീച്ച് ഒരു ചായയൊക്കെ ഇട്ട് വന്നപ്പോഴത്തേക്ക് ദാണ്ടെ എൻ്റെ കൂടെ കുഞ്ഞും അങ്ങ് എണീച്ച് വന്ന്. എന്നിട്ട് അവനാണെങ്കിൽ അവിടെ ഇരുന്ന് ഡോറ ബുജിയില്ലേ അത് കാണുവാണ്. രാവിലെ 6 മണിക്ക് അതുണ്ട്, ആ കാർട്ടൂണുണ്ട്, അതിരുന്ന് കണ്ടുകൊണ്ടിരിക്കുവാണ്. ഞാനും അത് ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട് കേട്ടോ. അന്നേരം ഞാൻ അവനും ഇച്ചിരി എന്നും പാലാണേ കൊടുക്കുന്നത്. അന്നേരം ഇന്ന് ഞാൻ ആ ഒരു ചായ കൊടുത്തപ്പോഴത്തേക്ക് ചൂട് അവിടെ വെക്കെന്ന് പറഞ്ഞിട്ട് പിന്നെ ആ കാർട്ടൂൺ കാണുവാണ്. എനിക്കും അത് കണ്ടുകൊണ്ടിരിക്കാൻ തോന്നി. അന്നേരം ഞാൻ ഓർത്തത് ഞാനോ കുഞ്ഞിൻ്റെ കൂട്ടി ചെറുതായിരുന്നെങ്കിലും അമ്മ എല്ലാ ജോലിയും ചെയ്തു തന്നെ അങ്ങനെയൊക്കെയാണ്. അന്നേരത്തേക്ക് പെട്ടെന്ന് തന്നെ കുഞ്ഞിനങ്ങ് പാല് തിളപ്പിക്കാമെന്ന് വിചാരിച്ചിട്ട് പാലിനകത്തോട്ട് ഞാൻ പനങ്കൽക്കണ്ടമാണ് ഇട്ട് കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ കുടിക്കാനുള്ള വെള്ളവും തിളപ്പിക്കാൻ വെക്കും കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ആ മാർക്കറ്റിൽ നിന്ന് മേടിച്ച സ്വീറ്റ് കോൺ ഇല്ലേ, അതിൽ നിന്ന് സ്നാക്സ് ആയിട്ട് കൊടുത്തു വിടാമെന്ന് വെച്ചാൽ അത് ഞാനൊന്ന് പുഴുങ്ങാൻ വെക്കുവാണ്. വെള്ളം തിളച്ച് വരുമ്പോഴത്തേക്ക് ആ അടുപ്പിലോട്ട് അങ്ങ് വെക്കാമെന്നുള്ള പ്ലാനിലാണ്. അന്നേരം ഞാനാണെങ്കിൽ അതിനകത്തോട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് അതൊന്ന് അടച്ച് വെക്കുവാണ്. ടി വി കാണലൊക്കെ നിർത്തി വെച്ചിട്ട് അവിടെ ഇരുന്നിട്ട് എഴുതി പഠിക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞ വർഷത്തെ ബുക്കാണ്. അതിൽ നിന്ന് കുറച്ച് പഞ്ഞിയൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ വർഷത്തെ ക്രിസ്മസ് അപ്പൂപ്പൻ ഉണ്ടാക്കി കളിച്ച ബുക്കായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ദോശയായിരുന്നു രാവിലെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. അങ്ങനെ ദോശയെല്ലാം ഉണ്ടാക്കി വന്നപ്പോഴത്തേക്ക് പാക്കുവിനെയും കുളിപ്പിച്ച് ഞാനൊന്ന് ഫ്രഷായി വന്നിട്ട് പിന്നെ അവന് യൂണിഫോമൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുമായിരുന്നു. അങ്ങനെ പിന്നെ എന്നത്തെ കൂടാതെ ഇന്നും കയ്യിൽ സോക്സൊക്കെ എടുത്തിടുന്ന പരിപാടിയൊക്കെ ഉണ്ട് കേട്ടോ. ഇത് ഫ്രോഗാന്നാണ് പറഞ്ഞത്. ഫ്രോഗാന്നും പറഞ്ഞ് തലയിലൊക്കെ അങ്ങനെ ആക്കുവാണെങ്കിൽ ഫ്രോഗ് ഇങ്ങനെ ആക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് കാർട്ടൂണൊക്കെ കാണുന്നതാണ്. പിന്നെ ഞാനത് കയ്യിൽ നിന്നൊക്കെ ഊരിട്ട് പയ്യെ കാലിലോട്ടൊക്കെ ഇട്ട് കൊടുത്തു. അപ്പോൾ നാളെ എനിക്ക് വൈറ്റ് ഡ്രസ്സ് ഇട്ട് തരണേ എന്നൊക്കെ പറഞ്ഞാൽ അവന് വൈറ്റ് ഡ്രസ്സ് ഇടുന്ന ദിവസം ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഞാൻ പെട്ടെന്ന് തന്നെ സ്നാക്സ് ബോക്സും ലഞ്ച് ബോക്സും എല്ലാം എടുത്ത് ബാഗിലോട്ട് അങ്ങ് വെച്ചിട്ട് പയ്യെ അങ്ങ് സ്കൂളിലോട്ട് പോയി. സ്കൂളിലോട്ട് പോകുന്ന ഇതായി ട്രക്കറില്ലേ അതൊക്കെ ഇവിടെ കൂടെ വരുന്നത് കണ്ടിട്ട് അതൊക്കെ കണ്ട് പയ്യെ സ്കൂളിലോട്ട് പോവാണ്. അങ്ങനെ സ്കൂളെത്തിയപ്പോഴത്തേക്ക് ബാക്കിയുടെ ഫ്രണ്ട്സൊക്കെ വന്നേ. അപ്പോൾ ഫ്രണ്ട്സിനെയൊക്കെ കണ്ട് പയ്യെ തുള്ളിച്ചാടി ഇതുവഴി തന്നെയാണ്, പാർക്കിൽ കൂടെ തന്നെയാണ് അവന് ഡെയിലി പോകേണ്ടത്. അപ്പോൾ ഇത്രയൊക്കെയുള്ള എൻ്റെ രാവിലത്തെ കുഞ്ഞു വിശേഷങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ ബൈ ബൈ, സീ യു.